ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ആടുജീവിത മൂവി കാണാൻ പോവാണ്. അപ്പോൾ മൂവിക്ക് പോകുമ്പോൾ ഉള്ളൊരു സിമ്പിൾ ലുക്ക് നമുക്ക് കണ്ടാലോ? അപ്പോൾ കം ഗെറ്റ് റെഡി വിത്ത് മീ. ആദ്യം ഞാൻ മുടിയൊക്കെ ഒന്ന് വാരിക്കെട്ടി ഫേസ് വാഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് മാമ എർത്തിൻ്റെ മൾട്ടാനിമിറ്റി ഫേസ് വാഷാണ്. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ മുഖം കഴുകി വന്നു. എന്നിട്ട് ഞാൻ തുണി വെച്ച് മുഖം തുടച്ചു. അതിന് ശേഷം ടിഷ്യൂ വെച്ച് ജസ്റ്റ് ബാക്കിയുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് ഒപ്പിയെടുത്തു. എന്നിട്ട് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ മോയ്സ്ചറൈസർ ഇതാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ആയതുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്കിൻ കണ്ടീഷൻസ് അനുസരിച്ചിട്ടുള്ളത് വാങ്ങുന്നതായിരിക്കും ബെറ്റർ. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് അബ്സോർബ് ആകുമ്പോഴേക്കും ഞാൻ ഒന്ന് പോയിട്ട് ഡ്രസ്സ് മാറ്റി വരാം. അങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സൺസ്ക്രീനാണ്. അപ്പോൾ ഞാൻ ഇതും ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഏതാണെന്ന് ഞാൻ നെയിം മെൻഷൻ ചെയ്യാത്തത്. അപ്പോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ തേക്കുന്നതാണ് നമ്മുടെ സ്കിന്നിന് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. കാരണം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് നമ്മൾ ഏജ് ആവുന്തോറും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയത്തിയുടെ മുട്ടബജി ആയിട്ടുള്ളൊരു വരവ്. അപ്പോൾ വേഗം കൈയൊക്കെ കഴുകി അത് ആസ്വദിച്ച് കഴിച്ചു. പിന്നെ കുറച്ച് വെള്ളവും കുടിച്ച് ബാക്കി സ്റ്റെപ്സിലേക്ക് കടന്നു. അടുത്ത സ്റ്റെപ്പ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മെയ്ബ്ലിൻ്റെ ഫൗണ്ടേഷനാണ്. അതിൻ്റെ ഷെയ്ഡ് നമ്പർ എനിക്കറിയില്ല. ഷെയ്ഡ് നെയിം ഐവറിയാണ്. ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതാണ് ഈസി. ബട്ട് ഞാൻ ഹോസ്റ്റലിലും വീട്ടിലും കൂടി ആയതുകൊണ്ട് പകുതി സാധനം ഹോസ്റ്റലിലും പകുതി സാധനം വീട്ടിലും ആയി പോകും എപ്പോഴും. അപ്പോൾ എൻ്റെ ബ്ലെൻഡറും സാധനങ്ങളൊക്കെ ഹോസ്റ്റലിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം തൽക്കാലം കൈ വെച്ച് തന്നെയാണ് ഇത് സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി പണിയായിരുന്നു. നന്നായി ടാപ്പ് ചെയ്തൊക്കെ കൊടുക്കുക. നന്നായിട്ട് സ്കിന്നിൽ അബ്സോർബ് ചെയ്തില്ലെങ്കിൽ വൈറ്റ് കാസ്റ്റ് നല്ല രീതിക്ക് കാണും. അപ്പോൾ അതൊരു വൃത്തിയില്ലാത്ത രീതിയിലാവും. അപ്പോൾ നന്നായിട്ട് ഉരച്ച് സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്ന രീതിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ട് മുടിയിലൊക്കെ ആയത് ഞാനൊരു ടിഷ്യൂ യൂസ് ചെയ്തിട്ട് ഒന്ന് തുടച്ചു കൊടുത്തതാണ്. കോമ്പാക്ട് പൗഡറിനൊക്കെ എനിക്കിഷ്ടം സാധാ പൗഡർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് അത് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് നിങ്ങൾക്ക് കാണാം. അത് അത്രയും കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇതേ മൂവിയിലൊക്കെ പറയണ പോലെ ഒരു ചെറിയ പവർഫുൾ സാധനമാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം, പൊട്ട്. അപ്പോൾ ഞാൻ പൊട്ട് വെച്ചു. നിങ്ങളൊക്കെ ആടുജീവിതം മൂവി കണ്ടോ? എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് കാലത്തെ ഒരു കഷ്ടപ്പാടാണ് ഈ മൂവി. പിന്നെ അതൊരാൾ ജീവിച്ചു പോയ ഒരു കഥയാണല്ലോ എന്ന് ആലോചിക്കുമ്പം അതിൽ ഉപരി എക്സൈറ്റഡും ഇമോഷണലും ആവുന്നുണ്ട്. അപ്പം കണ്ടിട്ട് ഞാൻ എൻ്റെ റിവ്യൂ പറയാം. കോസ്മെറ്റിക് ഐറ്റംസിൽ എൻ്റെ ഫേവറേറ്റ് ആണ് ലിപ്സ്റ്റിക്ക്. കാരണം എൻ്റെ ലിപ്സ് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു മസ്റ്റ് ഐറ്റമാണ്. പെർഫെക്റ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് കണ്ടുപിടിക്കലൊരു ടാസ്ക് തന്നെയാണ്. അപ്പം അങ്ങനെ ഞാൻ അതിൽ മുങ്ങിത്തപ്പി കുറച്ച് നല്ല ഷെയ്ഡ്സ് കണ്ടുപിടിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്തു. അടുത്തത് കണ്ണെഴുത്താണ്. അപ്പോൾ അതിനുള്ള ഐലൈനർ എടുത്ത് ഫോൺ നോക്കി എഴുതലൊരു ടാസ്ക്കായിട്ട് തോന്നി ആദ്യം. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫോൺ നോക്കി കണ്ണെഴുതി നോക്കുന്നത്. പക്ഷെ വിചാരിച്ച അത്ര പാടുപെട്ടില്ല. ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നല്ല. അത് നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെ എൻ്റേതായ രീതികളാണ്. പിന്നെ ഇതിൻ്റെ പേജിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്സും ഉണ്ടാവും. ബട്ട് ഷുവറായിട്ട് ഞാനിത് ഇമ്പ്രൂവ് ചെയ്യും. ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് നല്ല നല്ല വീഡിയോസായിട്ട് നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും സബ്സ്ക്രിപ്ഷനുമാണ് ഇനിയും നല്ല നല്ല കണ്ടൻറ്റ് ചെയ്യാനുള്ള ഞങ്ങളെപ്പോലുള്ള ന്യൂ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. നമുക്ക് മുടിയൊക്കെ ഒന്ന് കോംബിനേറ്റ് സെറ്റാക്കാം വിത്ത് എൻ്റെ വളരെ റീസെൻറ്റ് ഫേവറേറ്റ് കോം. അങ്ങനെ ഹെയറൊക്കെ നന്നായി ചീന്തി. അപ്പോഴാണ് കണ്ടത് ഇതേ കണ്ണിൻ്റെ മുകളിൽ ഐലൈനർ സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് എന്താ അപ്പോൾ മറന്നതെന്ന് ആലോചിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് കമ്മലിട്ടിട്ടില്ല എന്ന്. അപ്പോൾ കമ്മലിൻ്റെ വെട്ടി തുറന്ന് ഏതിടണം എന്നാലോചിച്ച് ലാസ്റ്റ് ഒരു ബട്ടർഫ്ലൈ ഇയറിംഗ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. അത്യാവശ്യം നല്ല കളർഫുള്ളാണ്. അത് ഇതിലധികം ഗ്ലെയർ അടിച്ചുകൊണ്ട് കാണുന്നില്ല. ഇതിൻ്റെ ഒരു പുതിയ ഇയറിംഗ് ആണ്. ഈ അടുത്ത് അമ്മയും അച്ഛനും പുറത്ത് പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്.
അപ്പം അനിയത്തി എൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് എന്താ ഇപ്പോൾ പുതിയ കുറേ ആചാരങ്ങൾ, ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, ഫോണും റിംഗ് ലൈറ്റും അങ്ങനെയുള്ളൊരു നോട്ടമാണ് അവളുടേത്. അങ്ങനെ ഞാൻ ഫോണൊക്കെ നോക്കി കമ്മലിട്ടു. അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. എന്നിട്ട് ഞാൻ വലിയ കണ്ണാടിയിൽ എൻ്റെ ഫുൾ ലുക്കൊന്ന് കാണാൻ വേണ്ടി പോയതാണ്. പക്ഷെ അമ്മ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറി തരുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഫോണൊക്കെ ആയി വന്നപ്പോൾ മാറി തന്നു. പിന്നെ ഇതിൻ്റെ അനിയത്തി ഇവിടെ കണ്ണാടി നോക്കി അവളുടേതായ ഷോകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിയേറ്ററിലെത്തി കുറേ ചിപ്സൊക്കെ വാങ്ങി ഞങ്ങൾ സിനിമ കാണാൻ കയറി. അപ്പം എല്ലാവരും സിനിമയ്ക്കായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനിയും നല്ല കണ്ടൻസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരും. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.